738 ദിവസങ്ങൾക്ക് ശേഷം നോവ അർഗമാനിയും അവനാട്ടൻ ഓറും നേരിൽ കണ്ടു. പരസ്പരം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു. കണ്ണീരും സന്തോഷവും കൂടി കലർന്ന നിമിഷങ്ങൾ സമീപത്തുണ്ടായിരുന്ന ഇസ്രായേൽ സൈനികർ പകർത്തി. അത്രയും വികാരഭരിതമായിരുന്നു ഇരുവരുടെയും ഒന്നിക്കൽ. ഹമാസിൻ്റെ പിടിയിലായി 738 ദിവസത്തിന് ശേഷമാണ് നോവ അർഗമാനിയും അവനാട്ടൻ ഓറും നേരിൽ കാണുന്നത്. അതായത് 17,712 മണിക്കൂറുകൾക്ക് ശേഷം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച മോചിക്കപ്പെട്ട 20 ബന്ദികളിൽ ഒരാളായിരുന്നു ഓർ. 2 വർഷത്തിന് ശേഷം ഹമാസിൻ്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 32-കാരനായ ഓർ ഒട്ടും സമയം പാഴാക്കാതെ അർഗമാനിയെ കാണാൻ എത്തി. മുറിയിലെത്തിയ ഓർ അർഗമാനിയെ ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. നോവ അർഗമാനിയും അവനാട്ടനോറും ഒടുവിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന തലക്കെട്ടോടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇരുവരുടെയും ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തു. അർഗമാനി പുഞ്ചിരിക്കുമ്പോൾ ഓർ തൻ്റെ പങ്കാളിയുടെ കവിളിൽ വാത്സല്യത്തോടെ ചുംബിക്കുന്ന ചിത്രമാണ് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടത്. ഹമാസ് ഇസ്രായേൽ കടന്നു കയറിയ ഒക്ടോബർ 7-നാണ് പങ്കാളിയെ അവസാനമായി കണ്ടതെന്ന് അർഗമാനിയെ പറയുന്നുണ്ട്. തെക്കൻ ഇസ്രായേലിലെ ഒരു സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഹമാസ് അർഗമാനിയെയും പങ്കാളിയെയും പിടിച്ചുകൊണ്ടുപോയത്. തെക്കൻ ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു നോവ സംഗീതോത്സവം നടന്ന പ്രദേശം. 360-ലധികം പേർ സംഭവ സ്ഥലത്ത് കൊല്ലപ്പെടുകയും 40 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഓടുന്നു. 100 കണക്കിന് കാറുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കൊല്ലരുതെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയായിരുന്നു. ഒക്ടോബർ 7-നാണ് ഞാൻ എൻ്റെ പങ്കാളിയെ അവസാനമായി കണ്ടത്. തടവിലായിരിക്കുമ്പോൾ ഞാൻ പോകുന്നിടത്തെല്ലാം ഓറിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉത്തരമറിയാൻ ഞാൻ ഭയപ്പെട്ടു എന്ന് അവർ എഴുതിയിരുന്നു. ഇസ്രായേലിൽ അതിക്രമിച്ച് കയറിയ ഹമാസ് ഒരു മോട്ടോർ സൈക്കിളിൽ അർഗമാനിയെ ഗാസയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് നിലവിളിക്കുന്ന അർഗമാനിയുടെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരികയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു. ചൈനയിൽ ജനിച്ച ഇസ്രായേലി പൗരയായ അർഗമാനിയ കഴിഞ്ഞ വർഷം ജൂണിൽ 245 ദിവസത്തെ തടവിന് ശേഷം IDF രക്ഷപ്പെടുത്തി. അതിനുശേഷം ഓറിനെ മോചിപ്പിക്കണമെന്നാവശ്യമായി അർഗമാനി ശ്രമം നടത്തുകയായിരുന്നു. ഈ പേടി സ്വപ്നം ഉടൻ അവസാനിക്കുമെന്നും ഒടുവിൽ നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നയിക്കുമെന്നും ഞാൻ എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച ഗാസ സമാധാന കരാറിൽ ഇസ്രായേലും ഹമാസും സമ്മതിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അർഗമാനി കുറിച്ചു. 32-കാരനായ ഓറിനെ മാതാപിതാക്കളായ യാരോണും ഡിറ്റ്സ ഓറും ആലിംഗനം ചെയ്യുന്നതിൻ്റെയും ചുംബിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിനാഥൻ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രസ്താവനയിലൂടെ പ്രതികരിച്ചത്. ഓർ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലായിരുന്നുവെന്നും മോചിതനാകുന്നതുവരെ മറ്റു ബന്ദികളെയൊന്നും കണ്ടിട്ടില്ലെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു ബന്ദികളെയൊന്നും ഓർ കണ്ടിരുന്നില്ല. അതിനാൽ തന്നെ ഇസ്രായേലിലെ സംഭവവാസങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായൊന്നും അറിവുണ്ടായിരുന്നില്ല. ഗാസയിൽ തടവിലാക്കപ്പെട്ട ഓറിൻ്റെ ശരീരഭാരത്തിൻ്റെ 30% മുതൽ 40% വരെ കുറഞ്ഞുവെന്നാണ് പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ നോവ അർഗമാനിയെ ഇസ്രായേൽ സൈന്യം ഹമാസിനെ തടവിൽ നിന്ന് രക്ഷിക്കുമ്പോൾ 2 പേർ ഒപ്പമുണ്ടായിരുന്നു. ഇവരെയും IDF രക്ഷിച്ചിരുന്നു.